കോളേജിന്റെ ബഹുമാനപ്പെട്ട അനിൽകുമാർ സർ, മലയാളം വകുപ്പിന്റെ അധ്യക്ഷൻ അൻസാർ, ഇംഗ്ലീഷ് വകുപ്പ് മേധാവിയും ശങ്കരനാരായണൻ, സംസ്കൃതം പാർലമെന്റേഷൻ ഹിന്ദി അധ്യക്ഷ ടീച്ചർ, സൂപ്രണ്ട് ശ്രീജ, അവരുടെ കാലത്താണ് ഞാനിവിടെ ടീച്ചറായിരുന്നു അന്ന് വകുപ്പ് മേധാവി. ടീച്ചറിന്റെ ഹസ്ബൻഡും എൻ്റെ ഏറ്റവും ആലോചനയുള്ള എൻ്റെ അമ്മയാണ് ഈ കോളേജിൽ എന്നെ കൊണ്ടുപോയി ചേർത്തത്. അച്ഛനെ തൊഴിലാളികളെ മുതലേ ടീച്ചർ എന്നോട് പ്രത്യേക വാത്സല്യം. 1-2 വർഷങ്ങളിലെല്ലാം സജീവ വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ മുഴുകിയിരുന്ന എന്നെ ഒന്നാം വർഷ ബിഎക്ക് അപ്രതീക്ഷിതമായ ഒരു ഉയർന്ന മാർക്ക് വളരെ സ്നേഹപൂർവ്വം എന്നെ അണച്ചു പിടിച്ച് കൊണ്ടുവരികയും പഠനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ ഒക്കെ ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയാണ്. അധ്യാപകരാണ് യഥാർത്ഥത്തിൽ കലാലയത്തിന്റെ ഭാവിയെ. കലാലയം അറിയപ്പെടുന്നത് അധ്യാപകരുടെ കീഴിൽ. അവിടെ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ ഇതെല്ലാം ഉയരങ്ങളിൽ എത്തിപ്പെടുന്നത് അതിന്റെ എല്ലാം കാരണം അധ്യാപകർ. അങ്ങനെ ഈ കലാലയത്തിന്റെ പേരും പെരുമയും ഈ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സാംസ്കാരിക നാടക ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പേരായിരുന്നു. ഞാൻ വരുമ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോയി. അപ്പോഴും അദ്ദേഹത്തിന്റെ പെരുമകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എഴുതിയ ഒരു പുസ്തകം, അത് ഈ കോളേജിന് വേണ്ടി കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ കുമാർ സാറിനെ ഏൽപ്പിക്കാൻ അനുവാദം തരണമെന്ന്. മലയാള ടെലിവിഷൻ ചരിത്രം എന്ന പുസ്തകമാണ്. 2014 എഴുതിയ ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പാണിത്. അതിന്റെ പുതിയ കോപ്പി 2ാം പതിപ്പിന്റെ കോപ്പിയാണ്. കോളേജിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഞാനിത് സാറിന് ഈ പ്രഭാഷണത്തിന്റെ വിഷയം ഫേക്ക് ലോ, പ്രമാണവും പ്രയോഗവും. ഫോക്ക് ലോ എന്നല്ല, ഫേക്ക് ലോ. ഫേക്ക് ന്യൂസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഫേക്ക് എന്ന് പറഞ്ഞാൽ വ്യാജം. ഫോക്ക് ലോറിലെ ലോ എന്നത് വിജ്ഞാനീയം എന്നാണ്. അപ്പോൾ ഫേക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ വിജ്ഞാനീയം. എന്താണ് ഈ വ്യാജ വിജ്ഞാനീയം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2016 ഓക്സ്ഫോർഡ് സർവകലാശാല അവരുടെ ഡിക്ഷണറിയിൽ കൂട്ടിച്ചേർത്ത ഒരു വാക്ക് പോസ്റ്റ് സത്യാനന്തരം. സത്യമില്ലാതായി, സത്യത്തിന് ശേഷമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 2 സംഭവങ്ങൾ അതിന് കാരണമായി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ എഡിറ്റർമാർ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതാണ്. അതിനൊരു സാധ്യതയുമില്ലായിരുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അന്ന് അധികാരം. മറ്റൊന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ
സ്വതന്ത്രമാകുന്നതിന് വേണ്ടിയുള്ള ഹിതപരിശോധന. ആ ഹിതപരിശോധനയിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകാനുള്ള തീരുമാനമാണ് ഹിതപരിശോധന. മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ 2 വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ അസത്യത്തെ വ്യാപകമായി പ്രചരിപ്പിച്ചതിന്റെ ഫലമായി ഉണ്ടായ 2 സംഭവങ്ങൾ എന്ന നിലയിലാണ് ഈ 2 സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ട്രൂത്ത് സത്യാനന്തര കാലം എന്ന പ്രയോഗം കടന്നു. ഫേക്ക് ന്യൂസ് എന്നത്, വ്യാജ വാർത്ത എന്നത് നമുക്ക് ഒരുപാട് കാലം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ സത്യമേതാണ് വ്യാജമേതാണ് എന്നറിയാൻ കഴിയാത്ത ഈ ഒരു അവസ്ഥാവിശേഷം ഇതിവിടെ മാത്രമല്ല, ലോകത്തെമ്പാടും സത്യമേതാണ് അസത്യമേതാണ് എന്നറിയാൻ കഴിയാത്ത വാർത്തകളുടെ പ്രളയം. സത്യത്തിൽ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം മാധ്യമങ്ങളുടെ ലോകം, മാധ്യമ നിർമ്മിത ലോകം. അതുകൊണ്ടാണ് മാർഷൽ മക്ലൂഹൻ പറഞ്ഞിട്ടുള്ളത് ഗ്ലോബൽ വില്ലേജ്. വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് ഗ്ലോബൽ വില്ലേജ്. പക്ഷെ നമ്മൾ ഗ്ലോബൽ വില്ലേജില് അന്തേവാസികൾ മാത്രം. നമ്മളൊരു വയേർഡായി നെറ്റ്വർക്കിനുള്ളിൽ ജീവിക്കുന്നത്. സെമിനാറുകൾ പോയപ്പോൾ വെബിനാറുകളാകുമ്പോൾ അതിനർത്ഥം നമ്മൾ എന്താണ്? ഒരു നെറ്റ്വർക്കിനുള്ളിൽ ജീവിക്കുന്നത്. ഈ നെറ്റ്വർക്കുകളുടെ കാലത്ത് നമുക്ക് മീതെ നാം അറിയാതെ ഒട്ടേറെ നിയന്ത്രണങ്ങൾ. ഒരാഴ്ച മുമ്പാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം വിദ്യാഭ്യാസ വകുപ്പ്, നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ അറിയേണ്ട വാർത്തയാണ്. എന്താണ്? വെബിനാറുകൾ നടത്തുമ്പോൾ കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെ നമ്മുടെ ഈ കോളേജ് ഉൾപ്പെടെ എല്ലാ പാഠശാലകളും കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി വാങ്ങും. ചരിത്രത്തിൽ നാം കേട്ടിട്ടില്ലാത്ത ഇങ്ങനൊരു ഉത്തരവുണ്ടോ എന്ന് അവിശ്വസിക്കുന്ന തരത്തിലാണ്. പക്ഷെ കഴിഞ്ഞു. അനിൽകുമാർ സാറിനെ തേടിയ ഉത്തരവ് ഉടനെ. വെബിനാറുകൾ നടത്തുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുവാദമോ സർവകലാശാലയുടെ അനുവാദവുമല്ല വാങ്ങേണ്ടത്. ആരുടെ അനുവാദമാണ്? കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ അനുവാദമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇത് നമ്മുടെ സർവകലാശാലകളുടെ സ്വാതന്ത്ര്യത്തിലുള്ള, അതിന്റെ ഓട്ടോണമിയിലുള്ള കടന്നുകയറ്റമാണോ? സത്യത്തിൽ കടന്നുകയറ്റമാണ്. പക്ഷേ അതിനൊരു പ്രത്യേക ഭൗതിക സാഹചര്യം ഉണ്ട്. ആ ഭൗതിക സാഹചര്യത്തെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ വയേർഡായ അന്തരീക്ഷത്തിൽ നാം ജീവിക്കുന്നത്. എന്തിലും സംശയം, രാജ്യദ്രോഹം കടന്നു വരാവുന്ന ഒരവസ്ഥയാണ്. കശ്മീർ വിഷയത്തെ കുറിച്ച് വെബിനാറുകൾ നടന്നു. നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് വെബിനാറുകൾ നടന്നു. കർഷക സമരത്തെ കുറിച്ച് വെബിനാറുകൾ നടന്നു. ഇവിടെയെല്ലാം ഉത്പാദിപ്പിക്കുന്ന ആശയങ്ങൾ രാജ്യവിരുദ്ധമാണോ എന്ന് ഒരു ബിഗ് ബ്രദറിനെ പോലെ നിരീക്ഷിക്കാൻ. ഒരു ബിഗ് ബ്രദറിനെ പോലെ ബിഗ് ബ്രദർ ഷോ ടെലിവിഷനിൽ കാണുന്നതാണ്. അടച്ചിട്ട മുറിക്കകത്ത് 40-40 ദിവസം ആണും പെണ്ണുമെല്ലാം നടന്നും ഇരുന്നും കിടന്നും ഭക്ഷിച്ച് ഉറങ്ങിയുമെല്ലാം ഇതെല്ലാം ക്യാമറയിലൂടെ ഒളിക്യാമറയിലൂടെ ഒരു ബിഗ് ബ്രദർ കണ്ടുപിടിക്കും. അതുപോലെ ഭരണകൂടം സർവകലാശാലകളുടെ നമ്മുടെ പഠനത്തിന്റെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ ആലോചനയുടെ, ആശയവിനിമയത്തിന്റെ, ആശയോത്പാദനത്തിന്റെ എന്തിനാണ് സർവകലാശാലകൾ, പാഠശാലകൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശയോത്പാദനത്തിന്റെ. അത് വിദ്യാർത്ഥികൾക്ക് പഠിച്ചു പോകാൻ വേണ്ടി മാത്രമുള്ള, അധ്യാപകർക്ക് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരിടമല്ല. അത് അങ്ങനെ സംഭവിക്കുന്നൊരിടം. പക്ഷേ അതിന്റെ ആത്യന്തിക ലക്ഷ്യം ആശയോത്പാദനം. ഈ ആശയോത്പാദനത്തിന്റെ വേദികളിലേക്ക് ഒരു ബിഗ് ബ്രദർ നോക്കുന്നു എന്ന് പറയുമ്പോൾ
നമ്മൾ ജീവിക്കുന്നത് ഇത്തരത്തിൽ വലിയ കണ്ണുകൾ നമ്മളെ തുറച്ചു നോക്കുന്നു എന്നുള്ള ബോധ്യം. നമ്മൾ വീട്ടിൽ നിന്ന് കോളേജിലെത്തുന്ന ഇടവേളകളിൽ നാം അറിയാതെ എത്രയോ ട്രാഫിക് ക്യാമറകളിൽ നമ്മളുടെ ശരീരം, നമ്മുടെ ഭാഷ, നമ്മുടെ ചലനം എല്ലാം ഒപ്പിയെടുക്കപ്പെടും. നമ്മുടെ സംസാരം. ഞാനിപ്പോൾ ഡൽഹിയിലേക്ക് പോകാൻ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ടിക്കറ്റ് എന്റെ കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ എന്റെ ഇൻബോക്സിലേക്ക് ഡൽഹിയിലെ ഏറ്റവും വലിയ താമസിക്കാൻ സൗകര്യമുള്ള, നല്ല സൗകര്യങ്ങളുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടുത്തുള്ള ഹോട്ടലുകളുടെ പേര് വിവരങ്ങൾ ലഭിക്കും. ഇതെങ്ങനെ ലഭിച്ചു എന്നുള്ളത് അറിയുമ്പോഴാണ് നാം ഒരു നിരീക്ഷണത്തിൽ ജീവിക്കുന്നത്. എന്നെ നിരീക്ഷണ മുതലാളിത്തം എന്ന് നോം ചോംസ്കിയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നത്. നമ്മൾ വീടകങ്ങളിലേക്ക് വരിക. നമ്മൾ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ കാലത്ത് എന്താണ് അധികം ചെയ്തത്? കണ്ടിരുന്നു എന്നുള്ളത്. കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നു എന്നതിലെ കണ്ടിരിക്കൽ. ഇതാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ടെലിവിഷൻ കാണാതെ നമ്മൾക്ക് ദിവസം കടന്നു പോകാൻ കഴിയുന്നു. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറയിൽ ഒരു സെൽഫി എടുക്കാതെ നമുക്ക് ഒരു ദിവസം കടന്നു പോകാൻ സാധിക്കും. നമ്മൾ പരസ്പരം സെൽഫികൾ എടുക്കാതെയോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോകൾ എടുക്കാതെയോ അത് കൈമാറാതെയോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് അത് സെൻഡ് ചെയ്യാതെയോ അത് നമ്മുടെ ഓൺലൈൻ ഇടങ്ങളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമ ഇടങ്ങളിൽ അത് പോസ്റ്റ് ചെയ്യാതെയോ നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതെങ്ങനെയാണ് സാധിച്ചത്? ഇതിനകത്തൊരു വലിയ മാധ്യമ ചരിത്രം. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണെങ്കിൽ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത് ആരാണ്? സുക്കർബർഗ് ആണ്. ഈ ഗുട്ടൻബർഗിൽ നിന്ന് സുക്കർബർഗിലേക്കുള്ള നമ്മുടെ ലോകം, നമ്മുടെ മനുഷ്യരാശി ജീവിച്ചു തീർത്ത ദൂരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമ ചരിത്രം. ഈ മാധ്യമ ചരിത്രം മാത്രമല്ല, മനുഷ്യ ചരിത്രവുമാണ്. ഗുട്ടൻബർഗിൽ നിന്ന് സുക്കർബർഗിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ അച്ചടി യന്ത്രത്തിൽ നിന്ന് ഗൂഗിൾ എഞ്ചിനിലേക്കുള്ള ദൂരം. അതിലെ സത്യം ഈ സുക്കർബർഗില്ലാതെ നമ്മൾ ഒരു ദിവസവും കടന്നു പോകും. അപ്പോൾ ചെറുപ്പക്കാരനാണ്, ഇപ്പൊ ഒരു 28 30 വയസ്സിന് താഴെയാണ്. കോടീശ്വരനായ ഒരു മാധ്യമ അയാളുടെ മുന്നിൽ മർഡോക്കാണ് ലോകം കണ്ട ഏറ്റവും വലിയ മാധ്യമ ഭീകരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഈ സുക്കർബർഗ് കൊണ്ടുവന്ന ലോകം, അതുപോലെ തന്നെ ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും എല്ലായിടത്തും ഓഫീസുകളെല്ലാം എന്താണ് ഈ ഗവേണിംഗ് സംവിധാനത്തിലേക്ക് മാറും. ഇതാണ് ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ പേപ്പർലെസ് ഓഫീസ്. ഇപ്പൊ കോവിഡ് വന്നതോടുകൂടി പേപ്പർലെസ് ക്ലാസ് റൂംസ് ആകുകയാണ്. പേപ്പർ വേണ്ട, പേനയും കടലാസും വേണ്ട. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ അധികവും ഇക്കൊല്ലം പാഠപുസ്തകങ്ങൾ എത്തിയത് എങ്ങനെയാണ്? അച്ചടി രൂപത്തിലാണ്, അത് ഡിജിറ്റൽ രൂപത്തിലാണ്. ഇങ്ങനെ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ചരിത്രത്തെ നമ്മളൊന്ന് ചുഴിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ചുഴിഞ്ഞു നോക്കുമ്പോൾ നോട്ടമാണ് എവിടെയും പ്രധാനം. നോക്കുക എന്നുള്ളത് ബേസ് ഓഫ് സീയിങ് എന്ന് പറയുന്ന പുസ്തകം ബർജർ കലാനിരൂപണം സീയിങ് എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് ദൃശ്യങ്ങളും ദൃശ്യമാധ്യമങ്ങളും ആ കണ്ടുകൊണ്ടിരിക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ടെലിവിഷൻ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാനൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൽ നിന്ന് നമ്മൾ കണ്ണെടുക്കാതിരിക്കാൻ വേണ്ടുന്ന വിഭവങ്ങൾ അവർ തരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നോട്ടത്തെ തന്നിലേക്ക് പിടിച്ചടിപ്പിക്കുക. അപ്പൊ എന്ത് വേണം? അതിനാവശ്യമായ ഘടകങ്ങൾ അതിലുണ്ടാകണം. അത് ജനപ്രിയ മാധ്യമ സംസ്കാരത്തിന്റെ രസക്കൂട്ടുകളാണ്. നമ്മൾ അറിയുന്നില്ല. ഒരു ചിഹ്നം എന്ന നിലയിൽ ദൃശ്യത്തെ നമ്മൾ എടുത്ത് വിശകലനം ചെയ്യുമ്പോഴാണ്. ഇപ്പം മാധവപിള്ള സാറൊക്കെ ഓർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അനിയൻ നമ്പൂരി സാർ ഓർക്കുന്നുണ്ടാവും. മലയാള മനോരമയിൽ വർഷങ്ങൾക്ക് മുമ്പ് 94 മറിയം റഷീദയുടെ ഒരു ചിത്രം അച്ചടിച്ചു.
ആ ചിത്രത്തിന് കുറിച്ച് അതിന്റെ എഡിറ്റോറിയൽ ബോർഡ് അഡ്വൈസ് ആയിരുന്ന തോമസ് ജേക്കബ് സാർ അടുത്ത കാലത്ത് ട്രൂ കോപ്പി ടിക്ക് എന്ന് പറയുന്ന മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ആ ചിത്രത്തെ വിശേഷിപ്പിച്ചത് യൗവനത്വം തുളുമ്പുന്ന മറിയം റഷീദയുടെ ചിത്രം. യൗവനത്വം, അവരുടെ ഉടല് മുഴുവൻ കാണുന്ന തരത്തിലുള്ള ചിത്രം. ഉടല് മുഴുവൻ കാണുന്ന പറഞ്ഞാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. മാലിയിൽ മനോരമയുടെ റിപ്പോർട്ടർ പോയി എടുത്തുകൊണ്ട് വന്നു പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി ഒന്ന് മറിയം റഷീദ് ഇവിടെ ആണ്, അവർക്ക് ചാരക്കേസിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ പോയി അവിടുത്തെ റിപ്പോർട്ടർ ജോൺ മുണ്ടക്കെ, തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ്, മലയാളം, തോമസ് ജേക്കബിന്റെ ആ അനുവാദത്തോടു കൂടി അദ്ദേഹം അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു ചിത്രം. അവിടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന അവരുടെ ചെറുപ്പകാലം തിരിച്ചു. എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അന്ന് മലയാള മനോരമ ഈ ചാരക്കേസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. പോലീസ് കൊടുക്കുന്ന കുറെ വിവരങ്ങൾ അവർ പഠിച്ചെടുത്തു. പക്ഷെ അന്ന് മലയാള മനോരമ ഒഴികെയുള്ള മറ്റു പല പത്രങ്ങളും ചാരക്കേസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പൊതിപ്പുകളും തൊങ്ങലുകളും വെച്ച വാർത്തകൾ ഇങ്ങനെ വരും. അപ്പോഴാണ് വായനക്കാർക്ക് ക്ഷമ നഷ്ടപ്പെട്ടിട്ട് അവർ പത്രം ഏജന്റുമാരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും നൽകുന്നു. അപ്പോൾ എന്താണ്, ഏജന്റന്മാരുടെ വാക്കുകൾ ഒരു പത്ര ഉടമയ്ക്കും ഒരു പത്രാധിപത്യത്തിനും തള്ളിക്കളയാൻ കഴിയും. കാരണം അവര് വഴിയാണ് ഇത് ജനങ്ങളിൽ എത്തുന്നത്. പൊതുജനാഭിപ്രായം അതിനെ മാനിച്ചേ പറ്റും. അപ്പോഴാണ് ഈ ചാരക്കേസിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ മനോരമ ലേഖകന്മാരെയും തോമസ് ജേക്കബ് എഡിറ്റോറിയൽ, അങ്ങനെ മാലിയിലേക്കും ആളെ അങ്ങനെ കിട്ടിയ ചിത്രമാണ്. ഈ ചിത്രം അച്ചടിക്കുന്നതിന് തൊട്ട് മുമ്പ് ജോൺ മുണ്ടക്കയം മാലിയിൽ നിന്ന് ചാരക്കഥയുടെ ഉള്ളറകൾ മാലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പരമ്പര ആരംഭിച്ചു. ഈ ചിത്രം കിട്ടിയ ദിവസം ആ പരമ്പര അവസാനിക്കുന്ന ദിവസം അകത്ത പേജിൽ പോയിക്കൊണ്ടിരുന്ന പരമ്പരയുടെ അവസാന ഭാഗം മനോരമ ഒന്നാം പുറത്തേക്ക് മാറ്റി. ആ പൂർണ്ണമായ ചിത്രം ഒന്നാം പുറത്ത് അച്ചടിച്ചു. അന്ന് പത്രം ഓഫീസിലേക്ക്, മനോരമ പത്രം ഓഫീസിലേക്ക് ജനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ഇതിനാണ് പത്രം വാങ്ങിക്കുന്നത്. ഈ പത്രം വാങ്ങിക്കുന്നത് എന്ത് വിവരം അറിയാനാണ്? ആലിയിലെ ഈ ചാരസുന്ദരിയുടെ യൗവനത്വം തുളുമ്പുന്ന ചിത്രം കാണാൻ വേണ്ടി മാറും. നോക്കുക, ഒരു പത്രത്തിന്റെ ഒന്നാം പുറത്ത് ഒരു ചിത്രം വന്നപ്പോൾ ആ ചിത്രം പ്ലേസ് ചെയ്ത രീതിയുടെ അടിസ്ഥാനത്തിൽ ജനം അതിനെ എങ്ങനെയാണ് കണ്ടത്, ജനം അതിനെങ്ങനെയാണ് സ്വീകരിച്ചത് എന്നാണ്. അപ്പോൾ മനോരമ അതുവരെ സർക്കുലേഷനിൽ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന മനോരമ ആ ദിവസം രണ്ടാമത് പത്രം അടിച്ചു എന്നാണ് തോന്നുന്നത്. വീണ്ടും പത്രം അടിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരുടെ വ്യത്യസ്ത പോസിലുള്ള ചിത്രങ്ങൾ, ഇതേപോലെ കെ അജിതയുടെ ഒരു ചിത്രം, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ മധ്യത്തിൽ നക്സലായിരുന്ന കാലത്ത് അറസ്റ്റ് ചെയ്തപ്പോ അവരുടെ ഒരു ബ്ലൗസും ഒരു അടിപ്പാവാടയും മാത്രം ഇട്ടു നിൽക്കുന്ന കെ അജിതയുടെ ചിത്രം. ആ ചിത്രവും ഇതേപോലെ വളരെ ശ്രദ്ധേയമായ ബഹുജന താല്പര്യം പ്രകടിപ്പിക്കപ്പെട്ട ഒരു ചിത്രമായി മാധ്യമ ചരിത്രം. യഥാർത്ഥത്തിൽ വാർത്തയോടുള്ള താല്പര്യമാണോ, അറിയാനുള്ള താല്പര്യമാണോ, ഇതിനകത്തു നിന്ന് പത്രങ്ങൾ, മാധ്യമങ്ങൾ നമുക്ക് നൽകാൻ നിർബന്ധിതമാകുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് ഉള്ള ഒരു ആലോചനയാണ് ഞാൻ ഈ ചിത്രത്തെ കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് വാർത്തയുടെ ഉള്ളടക്കത്തെ റദ്ദ് ചെയ്തുകൊണ്ട് ദൃശ്യങ്ങൾ ഫേക്കായിട്ടുള്ള ചില വികാരങ്ങളെ ജനങ്ങളിൽ എത്തിക്കുന്നു. ഇതൊരു തരത്തിൽ വ്യാജമായ
മാധ്യമ നിർമ്മിതമായ ഒരു വിനിമയ സങ്കല്പം. ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഫേക്ക് ലോ എന്ന വ്യാജ വിജ്ഞാനീയത്തെ കുറിച്ചുള്ള ഈ പ്രഭാഷണം ചിട്ടപ്പെടുത്തിയത്. ഞാൻ ഇതിന് പുസ്തക രൂപത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ അധ്യായങ്ങൾ എഴുതി കഴിഞ്ഞു. ഇതിന്റെ സമകാലികമായിട്ടുള്ള ഫേക്ക് ലോറുകളെ കുറിച്ച്, ഫേക്ക് ന്യൂസ് എന്നുള്ളതിൽ നിന്നും മാറി ഞാൻ അതിനെ നാടോടി വിജ്ഞാനീയം എന്നതിന്റെ ചില നാടോടി വിജ്ഞാനീയത്തിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ പഠനം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കാണുക, നോക്കുക എന്ന മനുഷ്യന്റെ ജന്മവാസന പ്രേരിതമായ പ്രക്രിയയിൽ സ്ത്രീ ശരീരത്തെ കുറിച്ച് സ്വരൂപിച്ചിട്ടുള്ള നാടോടിത്ത ഭാവനകൾ ആ പൂർണ്ണകായ ചിത്രം സാക്ഷാത്കരിച്ചു എന്നാണ്. അവിടെ ഞാൻ പ്രയോഗിച്ച പദങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് കാണുക, നോക്കുക എന്ന മനുഷ്യന്റെ ജന്മവാസന പ്രേരിതമായ പ്രക്രിയയിൽ സ്ത്രീ ശരീരത്തെ കുറിച്ച് സ്വരൂപിച്ചിട്ടുള്ള നാടോടിത്ത ഭാവന. സ്ത്രീ ശരീരത്തെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓരോ നാടോടിത്ത ഭാവനകൾ, നാടൻ ഭാവനകൾ. ഉദാഹരണത്തിന് സമീപകാലത്ത് ഗൃഹലക്ഷ്മി എന്ന് പറയുന്ന മാസികയുടെ കവർ ചിത്രമായി കനി കുസൃതി എന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2020 ബിരിയാണി എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിലൂടെ നേടിയ കനി കുസൃതിയുടെ ചിത്രം കവർ എന്ത് ചെയ്തു? കനി കുസൃതി എന്ന് പറയുന്ന നടിയെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അല്ലെ, ബിരിയാണി എന്ന ചിത്രം കണ്ടിട്ടുള്ളവർക്ക് വളരെ ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി, ശരീരത്തെ അഭിനയത്തിന്റെയും ആക്ടിവിസത്തിന്റെയും ഭാഗമായി ഉപയോഗിക്കുന്ന മൈത്രേയ ജയശ്രീ ദമ്പതികളുടെ മകള് ഐഡന്റിറ്റി ആവശ്യമില്ല എന്ന് പറയുന്ന ഒരുമിച്ച് ജീവിച്ച് മൈത്രേയൻ ജയശ്രീ ദമ്പതികളെ കുറിച്ച് ഒരു ദമ്പതികളല്ല, ഒരു ഭാര്യ ഭർത്താക്കന്മാരല്ല, ഒരാണും ഒരു പെണ്ണും സ്വതന്ത്രമായി ജീവിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് അവർക്ക് മകൾ വേണം, ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഉണ്ടായ ഒരു കുട്ടി. ആ കുട്ടിയെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് അവർ വളർത്തിയത്. അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെതിരെ നായികാവേഷം. അപ്പൊ ഈ കനി കുസൃതിയുടെ ചിത്രം ഗൃഹലക്ഷ്മിയുടെ മുഖചിത്രമായി വന്നപ്പോൾ അവർ അതിന്റെ പത്രാധിപരെ ഏൽപ്പിച്ചു. മാത്രമല്ല അത് ഓൺലൈനിൽ അവർ എഴുതുകയും ചെയ്തു. എന്താണ്? ഈ ചിത്രം എന്റേതല്ല. ഇന്നാരുടേതാണ്? ഫോട്ടോഷോപ്പിന്റെ. അതേ കനി കുസൃതിയുടെ ശരീരത്ത് ഒന്നാമത് അവർ കറുത്ത നിറമാണ്, വെളുത്ത നിറമല്ല. നമ്മുടെ വെളുപ്പിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള വെളുത്ത ശരീരത്തിന്റെ ഉടമയല്ല കനി കുസൃതി. രണ്ട്, അവരുടെ മുഖത്ത് കറുത്ത പാടുകളും കൈകളിൽ കറുത്ത രോമങ്ങളും. അപ്പൊ ഈ കറുപ്പിനെ വെളുപ്പാക്കിയും കറുത്ത പാടുകളെ ഡിലീറ്റ് ചെയ്തും രോമങ്ങളെ അരിഞ്ഞു നീക്കിയും വെളുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രത്തിനെതിരെ ഇതെന്റെ ചിത്രമല്ല, നിങ്ങൾ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടാൻ ധൈര്യം കാണിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് ആ മാധ്യമം ചെയ്യുന്നത്? സ്ത്രീ ശരീരത്തെ വെളുപ്പിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളിലേക്ക് തർജ്ജമ ചെയ്യുക. ആ തർജ്ജമയിലാണ് എന്തുണ്ടായത്? ഒരു വ്യാജമായ ഇമേജ്. ആരുടെ വ്യാജമായ? കനി കുസൃതി. അവർ അതിനോട് പൂർണ്ണമായി ഉപയോഗിച്ചു. നിങ്ങൾ കനി കുസൃതി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രവും ഗൃഹലക്ഷ്മിയുടെ ചിത്രവും ഒക്കെ ഇതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ വായിച്ച് വെറുതെ തള്ളിക്കണം. പക്ഷെ അങ്ങനെയല്ല. ഇതിനകത്തൂടെ പൊതു സമൂഹത്തിൻ്റെതായ ചില സൗന്ദര്യ ബോധങ്ങൾ നിർമ്മിക്കപ്പെടും. മറ്റൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗായികയായ സിത്താര കൃഷ്ണ. അവരുടെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കും. അവർ മേക്കപ്പ് അഴിച്ചു മാറ്റുന്ന ഒരു വീഡിയോ. മേക്കപ്പ് അഴിച്ചു മാറ്റുന്നു. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് ഇതാണ്: ഞാൻ മേക്കപ്പ് ഇട്ട് നിൽക്കുമ്പോൾ വരുന്ന കോമന്റ്സ് എവിടെ വരുന്ന? നമ്മുടെ വാളിൽ പ്രത്യക്ഷപ്പെടുന്നു, സൈബർ വാളിൽ പ്രത്യക്ഷപ്പെടുന്ന കോമന്റ് എന്ന് പറയുന്നത് എന്താണ്? നല്ല മലയാള തനിമയുള്ള ചിത്രം. ഇതാണ് മലയാള തനിമയുള്ള ചിത്രം. മേക്കപ്പ് ഒക്കെ ഇട്ട്, ഇല്ലാത്ത മുടി വെച്ച് കെട്ടി, ഇല്ലാത്ത നിറം
2-3 പൊട്ടൊക്കെ ഇട്ട്, വലിയ പൊട്ടൊക്കെ ഇട്ട്, ആ സാരിക്ക് അനുസരിച്ചിട്ടുള്ള അമ്മലുകളൊക്കെ ഇട്ട് നിൽക്കുന്ന ആ ചിത്രം കാണുമ്പോൾ, മലയാള തനിമയുള്ള ചിത്രം എന്നുള്ള കമന്റ് വരുമ്പോൾ, മേക്കപ്പ് അഴിച്ച ചിത്രം കാണുമ്പോഴോ ഭിക്ഷക്കാരി, ഇത് ഭിക്ഷക്കാരിയെ പോലെ, ബംഗാളി സ്ത്രീയെ പോലെ ഇങ്ങനെ പറഞ്ഞ് അധിക്ഷേപിച്ചപ്പോൾ ഒരു ദിവസം ഈ കോമന്റ് ഇട്ടുകൊണ്ട് അവർ പറഞ്ഞു, എന്റെ തൊഴിലിന്റെ ഭാഗമായി ഞാൻ ടെലിവിഷൻ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ, വിധികർത്താവായിരിക്കുമ്പോൾ അവർ ചേർത്ത് തരുന്ന മേക്കപ്പ് ഞാൻ ഇടാറുണ്ട്, കറുത്ത എന്റെ മുഖം അവർ വെളുപ്പിക്കാറുണ്ട്, കറുത്ത പാടുകൾ നീക്കാറുണ്ട്, വില കൂടിയ സാരി ധരിക്കാറുണ്ട്, ഇല്ലാത്ത മുടി വെച്ച് കെട്ടി വലുതാക്കി തരാറുണ്ട്. സത്യത്തിൽ പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതാണ് മുടിയായി. വീഡിയോ നിങ്ങൾക്ക് കാണാം, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ. അവർ അവരുടെ മേക്കപ്പ് ഓരോന്നായി തുടച്ചു മാറ്റുകയും, അപ്പോൾ നമ്മൾ ആ സൗന്ദര്യത്തിന്റെ ലോകത്തിൽ നിന്ന് വ്യാജമായി നിർമ്മിക്കപ്പെട്ട മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോ റൂമുകൾ വ്യാജമായി നിർമ്മിച്ച ആ ഇമേജിൽ നിന്ന് സ്വന്തം തനിമയിലേക്ക് ഇറങ്ങി വരികയും അത് പ്രദർശിപ്പിക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്നത് അതൊരു പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സ് ആണ് ഞാൻ പറഞ്ഞ ഫേക്ക് ലോറിന്റെ ആധാരം, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സന്ദർഭങ്ങളെ കോർത്തിണക്കലാണ് ഈ ഫേക്ക് ലോർ എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അതിന്റെ പ്രമാണം അതാണ്. എന്താണ്? ഈ വ്യാജ നിർമ്മിതമാകുന്ന അതിന്റെ പ്രമാണ ഇടങ്ങളിലാണ്, അതിന്റെ പ്രയോഗ ഇടങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സത്യത്തിൽ ആണിന്റെ നോട്ടത്തെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആണിന്റെ നോട്ടത്തെ ആനന്ദിപ്പിക്കുന്ന ലൈംഗിക പോർട്രേറ്റുകളുടെ ഫ്ലോറയും ഫോണയും തീർക്കുക, അല്ലെങ്കിൽ അതിന്റെ ലാൻഡ്സ്കേപ്പുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഇതിലൂടെ. കോട്ടയം പഠിക്കുന്ന അധ്യാപകർക്ക് അറിയാമായിരിക്കും ഫ്ലോറ ഫോന എന്താണ്. അതിനെ ലാൻഡ്സ്കേപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇത് വികസിപ്പിച്ചെടുക്കുന്ന ഒരു വ്യാജ നിർമ്മിത ലോകത്താണ് സത്യത്തിൽ നമ്മൾ എല്ലാ ദിവസവും. അതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീ ശരീരത്തെ ലൈംഗികമായി കണ്ട് ആനന്ദിക്കാനുള്ള പുരുഷ നോട്ടത്തിന്റെ നാടോടി തിണകൾ ദൃശ്യമാധ്യമങ്ങൾ, സൈബർ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അവിടുത്തെ നാടോടിത്തങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ലാറാ മുൽവെ എന്ന് പറയുന്ന എഴുത്തുകാരി, ചിന്തക, ഫിലോസഫർ എന്ന് പറയുന്ന ലാറാ മുൽവെ ഒരു ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ. സംസ്കാര പഠനമൊക്കെ നടത്തുന്ന ആളുകൾക്ക്, പക്ഷേ ആനന്ദൻ സാറൊക്കെ അവിടെ, ശങ്കരനാരായണ സാറൊക്കെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ലാറാ മുൽവയുടെ ആ പുസ്തകം എന്താണ് അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ ഫിലിം, ചലച്ചിത്രത്തിൽ നിന്നെത്തിയാണ് പറയുന്നത്. ഓഡിയൻസ് ഹാവ് ടു വ്യൂ ക്യാരക്ടേഴ്സ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ഹെട്രോസെക്ഷൽ മെയിൽ. ഹെട്രോസെക്ഷൽ മെയിൽ, അതായത് സ്ത്രീ ലൈംഗികത ഇഷ്ടമുള്ള പുരുഷന്റെ കാഴ്ചപ്പാടിൽ കഥാപാത്രങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇമേജുകൾ. അപ്പോ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ വന്ന, ഇന്നലെയാണ് ഞാൻ ചിത്രം കണ്ടത്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സമീപകാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം. ആ ചിത്രം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ ഒരു ക്യാമറ വെച്ചിരുന്നെങ്കിൽ, അത് ഇന്ന് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ 3-4 സിനിമകൾ എടുക്കാം. ഞാനും എൻ്റെ അച്ഛനും, ഞങ്ങളെ എല്ലാ കുടുംബങ്ങളിലും ആണുങ്ങളാണ്. എല്ലാ വീടുകളിലെയും അമ്മമാരാ സിനിമ, എല്ലാ കുടുംബങ്ങളിലെയും സ്ത്രീകൾ, ഭാര്യമാർ ആ സിനിമയിൽ. നമ്മൾ പറയും അത് പുരുഷ മേധാവിത്വത്തിന്റെ മുഖത്തേക്ക് കൊടുക്കുന്ന അടിയാണ് ആ സിനിമ. അല്ല, എന്റെ നോട്ടത്തിൽ ആ സിനിമ
അതും ഒരു പുരുഷ നോട്ടത്തിന്റെ സുഖം. അതും ചെന്ന് നിൽക്കുന്നത് അതിന്റെ ഫിലോസഫി ഏറ്റവും ബാഹ്യമായി തോന്നും. എന്റെ നോട്ടം ശരിയാവണമെന്നില്ല. ഈ പെൺകുട്ടി, ഇതിനകത്തെ നായികയായ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വരുമ്പോ ഇതാണ് ഈ പുരുഷൻ ഭർത്താവിന്റെ പീഡനങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹ വാത്സല്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടി തിരികെ വീടുപേക്ഷിച്ച് ഭർത്താവിന്റെയും അമ്മായിയച്ഛന്റെയും മുഖത്തേക്ക് അടുക്കളയിലെ അഴുക്ക വെള്ളം ബക്കറ്റിൽ നിന്ന് എടുത്ത് എറിഞ്ഞ് ഒഴിച്ചിട്ട് ബാഗമെടുത്ത് വീട്ടിലേക്ക് നടന്നു വരുമ്പോ അമ്മ എന്താ പറയുന്നത്? നീ ചെയ്തത് മഹാപരാധമാണ്, നീ ചെയ്തത് മഹാപരാധമാണ്, പോയി മാപ്പ് പറഞ്ഞാൽ ഞാനും വരാം കൂടെ. അപ്പോഴാണ് സ്വന്തം സഹോദരൻ ചേച്ചി എപ്പോ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരും. വെള്ളം വേണമെന്ന് പറയുമ്പോ അമ്മ അവിടെ തന്നെ ഇരുന്നിട്ട് അനുജത്തിയോട് പറയുന്നു, ഇളയ മകളോട് പറയുന്നു, അവനൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ. ആ ഇരുന്ന ഇരിപ്പിൽ വീർപ്പ് മുട്ടി ആ ഭർത്തഗൃഹത്തിൽ നിന്ന് തിരികെ വന്നവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, അവന് പോയി എടുത്തു കുടിച്ചാൽ എന്താ ഇരിക്കുകയോ. ഇങ്ങനെയുള്ള അമ്മമാരാണ് ഈ പുരുഷന്മാരെ സൃഷ്ടിച്ചതെന്നാണ് സിനിമ സത്യത്തിൽ. അതാണ് എന്റെ ഒരു പോയിന്റ്. ബാക്കിയുള്ളതെല്ലാം നമുക്കറിയാമല്ലോ, ഇതൊരു മെയിൻ ഷോവിനിസ്റ്റ് സൊസൈറ്റിയാണെന്ന്. പുരുഷ മൂല്യ വ്യവസ്ഥകളാൽ അടക്കി ഭരിക്കുന്നതാണ് ലോകത്ത് ഈ വ്യവസ്ഥ മുഴുവനെന്നും. സ്ത്രീകൾ ഉപകരണങ്ങളാണെന്നും ശരീരങ്ങളാണെന്നും ആണിന് കാണാനുള്ളതാണെന്നും. പക്ഷേ നമ്മൾ അറിയാതെ കൊണ്ടുവരുന്ന ഒരു സന്ദർഭം, ആ ചലച്ചിത്രത്തിന്റെ മുഴുവൻ വിമർശിക്കുകയല്ല, എന്റെ ഒരു നിലപാട് പറയുകയാണ്, ഡിബേറ്റ് ചെയ്യാവുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതും എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഒരമ്മയുടെ വീട്ടിൽ. അമ്മമാരാണ് ഈ ആളുകളെ ഇങ്ങനെ വളർത്തിയതെന്നുള്ള സന്ദേശമാണ് സത്യത്തിൽ ആ സിനിമ. പിന്നെ അവള് പോയി സ്വതന്ത്രമായി ആടുകയും പാടുകയും ഒക്കെ ചെയ്ത് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചും അവൾ അവളുടെ അസ്തിത്വം ഉറപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. പക്ഷെ സമാന്തരമായി അവൾ ഇറങ്ങിപ്പോകുന്ന അടുക്കളയിൽ വേറൊരു വളയിട്ട കൈ പാത്രം കഴുകാൻ എത്തിക്കണം. അപ്പൊ എന്താണ് ചെറുത്ത് നൽകുന്നത്? പുരുഷനൊന്നും സംഭവിക്കുന്നില്ല, ഇങ്ങനെ തുടരുന്നു. അപ്പൊ ഈ ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഒരു വ്യാജമായ മൂല്യവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മേക്കപ്പുകൾ, ചമയങ്ങൾ രൂപപ്പെടുന്നത്. ഇതിനെ മെയിൽ ഗെയ്സ് എന്നാണ് ലാറ മുൽവേ വിശേഷിപ്പിച്ചത്. മെയിൽ ഗെയ്സ്, പുരുഷനോട്ട്. പുരുഷനോട്ടത്തെ കുറിച്ച് ഒത്തിരി പഠനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സത്യത്തിൽ ഏതോ രതിനൃത്ത നടനത്തിന്റെ രഹസ്യമുദ്രകൾ തിരയും പോലെയാണ് ടെലിവിഷൻ ക്യാമറ സ്ത്രീയുടെ ശരീരം പകർത്തുന്നതും സത്യത്തിൽ സംപ്രേഷണം ചെയ്യുന്നത്. ഉടുത്തുകെട്ടുകളും മുഖത്തെഴുത്തുകളും വെളിച്ച വിധാനവും കൊണ്ട് മിനുസപ്പെടുത്തിയ അവതാരകമാണ്. നമ്മൾ ടെലിവിഷനിൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ടെലിവിഷൻ, നമ്മൾ കൂടുതൽ കാണുന്ന ഏഷ്യാനെറ്റ്, വൈകുന്നേരങ്ങളിൽ അല്ലെ രാത്രികളിൽ വാർത്ത വായിക്കുന്ന ഇങ്ങനെ ഇരുന്നാൽ എന്താ കുഴപ്പമൊന്നും ചോദിച്ചു കളയരുത്. കാരണം അങ്ങനെ വിശ്വസിക്കാനും ഇരിക്കാനും അങ്ങനെ സംപ്രേഷണം ചെയ്യാനും ഒക്കെയുള്ള അധികാരം ജനാധിപത്യം. ഞാനിതന്നെ ഒരു വേറിട്ട കണ്ണുകൊണ്ട് കാണുകയാണ്. നോട്ടമാണ് എന്റെ ഒരു പുരുഷന്റെ നോട്ടം, ഞാനെന്ന പുരുഷന്റെ നോട്ടം. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിനകത്ത് അമ്മയ്ക്ക് മുഖം, അമ്മ എന്ന് ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ അമ്മായി അമ്മയ്ക്ക് മുഖം കാണാം. ആ അമ്മായി അമ്മ ഏത് നടിയാണെന്ന് ഞാൻ എത്ര കിട്ട കണ്ണിന്റെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ഭാര്യയുടെ ചോദിച്ചു പഴയ പോലെ അത്ര ഫോക്കസ് ചെയ്യില്ല. KPSC എഴുതിയ മുഖം, KPSC എഴുതിയൊക്കെ അമ്മയായിട്ട് വരുന്ന സമയത്തുള്ള അതുപോലെ അമ്മയെ കാണുന്നത്. ഈ അമ്മ എപ്പോഴും അരച്ചുകൊണ്ടേയിരിക്കും, അരച്ചുകൊണ്ട് കറി കട്ട് ചെയ്തുകൊണ്ട്, പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ട് കഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് ആ ക്രിയകളിലാണ് ക്യാമറ, അതിന്റെ വിഷ്വലൈസേഷൻ ഇസ് വെരി ഗുഡ്. മുഖത്തിന് പ്രാധാന്യമില്ല. ഇത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു സംഭവമാണ്. മുഖം ഇല്ല. ചില സിനിമകളിലൊക്കെ അല്ല സെക്സ് രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ചില സമയങ്ങളിൽ സ്ത്രീകളുടെ മുഖത്തേക്ക് തൂണിയിട്ട് എന്താണ് നൽകുന്ന സന്ദേശം എന്ന് ചോദിച്ചാൽ മുഖമല്ല, മുഖം ആവശ്യമില്ല. പോസ്റ്റ് മോഡേൺ ഫിലിംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തിയറികളിലും അത് നമുക്ക് കാണാം. മുഖം അപ്രധാനം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അതാണല്ലോ,
നമുക്കിപ്പോ മുഖം ഇല്ലല്ലോ, അല്ലെങ്കിൽ കോവിഡ് കാലം ഈ മാസ്കുകൾ വെച്ചിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ള ഉടുത്തുകെട്ടുകൾ, ചമയങ്ങൾ, ഇതെന്താ കഥകളിയാണോ? വാർത്ത വായന എന്ന് പറയുന്നത് ഒരു കഥകളിയാണ്. ഇതൊക്കെ ആവശ്യമല്ലേ? നമുക്ക് കാണാനൊരു സുഖമേ. അതെ, വിഷ്വൽ പ്ലഷർ പറഞ്ഞത്, വിഷ്വൽ പ്ലഷർ ആനന്ദം നൽകുന്നത്. സീരിയലുകൾ എടുത്തു നോക്കും. സീരിയലുകളുടെ ഏത് സീരിയൽ എടുത്തു കഴിഞ്ഞാലും ആ സീരിയലുകളിലെ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് പുരുഷന് കാണാൻ വേണ്ടി. പുരുഷൻ എന്ന് പറയുന്നത് ഒരു ലിംഗ പദവി കൊണ്ടുണ്ടാകുന്നത്. ഞാനല്ല പുരുഷൻ, ഞാൻ മാത്രമല്ല പുരുഷൻ. നമ്മുടെ ലിംഗ വ്യത്യാസം കൊണ്ടുള്ളതല്ല, മനോഭാവമാണ് പുരുഷൻ. ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇത്തരത്തിലുള്ള പുരുഷലിംഗ പ്രകൃതികളുമാണ്. ബയോളജി സ്ത്രീകളാണ്, പക്ഷെ മനസ്സിൽ അവർ പുരുഷന്റെ സ്വഭാവം, പുരുഷന്റെ ഇത്തരം കാമനകളുടെ, നോട്ടങ്ങളുടെ സ്വഭാവം. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പഠനങ്ങൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച പുസ്തകത്തിനകത്ത് ഇതിനെ അവലംബിച്ച് വായിച്ചത്. എന്തുകൊണ്ടാണ് ചില ഭൂരിപക്ഷ സ്ത്രീകൾ എന്ന് പറയാൻ എനിക്കറിയില്ല, എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധമാകാതിരിക്കാനാണ് ഇത്തരം സൂക്ഷിച്ച് പറയുന്നത്, സ്ത്രീകളും പുരുഷന്മാരും അമിതമായി സംസാരിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഒരു നിരീക്ഷണം. സീരിയലുകൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, എപ്പോഴും സംസാരിക്കും, മുട്ടിന് ഡയലോഗ്. പക്ഷെ ഗ്രേറ്റ് ഇന്ത്യൻ പിക്ചറിനകത്ത് ഡയലോഗ്സ് കുറവാണ്. അത് ആ സിനിമയുടെ മേക്കിങ്ങിന്റെ ഒരു സവിശേഷത. അതേപോലെ നേരത്തെ പറഞ്ഞു, മാസ്റ്റർ മക്ബൂലിന്റെ വാക്ക് ഞാൻ പറഞ്ഞു, മീഡിയം മെസ്സേജ് എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം. അതേ കാഴ്ചപ്പാടിൽ തന്നെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതേ കാഴ്ചപ്പാടിൽ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് മീഡിയം ഇസ് ദ മസാജ്. മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ്? മാധ്യമം തന്നെയാണ് സന്ദേശം എന്ന് പറയുമ്പോൾ തുടർന്ന് അദ്ദേഹം പറയുന്നത്, തുടർന്നല്ല മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് മസാജ്. നമ്മളെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക, ശരീരത്തെ മസാജ് ചെയ്ത്, മനസ്സിനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ടെലിവിഷൻ, മീഡിയം ഇസ് ദ മസാജ്. ടെലിവിഷൻ അല്ലെങ്കിൽ ദൃശ്യമാധ്യമം ആളുകളെ, പ്രേക്ഷകരെ മസാജ് ചെയ്യുന്നു, വായി നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ വോയറിസം എന്ന് പറയും. കോമഡി ഷോകൾ മുതൽ ഗെയിം ഷോകളിൽ വരെ എന്താണ് അവിടെ നടക്കുന്നത്? സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ. സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ, ലൈംഗിക വസ്തുവൽക്കരണം. ലൈംഗിക വസ്തുവൽക്കരണം ഇതിനെ ഞാൻ ഫോക്ലോറിന്റെ ഒരു പദാവലിയിലേക്ക് ബന്ധിപ്പിച്ചാൽ, മാധ്യമ നഗര കാന്താരത്തിലെ കാട്ടുനൃത്തം ഫോക്ലോറിലുള്ളതാണ് ഡെവിൾ ഡാൻസ്. കണക്കെ അതിനിടയിൽ സ്ത്രീ ശരീരങ്ങൾ പുളയുന്നു. പാളയ്ക്കും കുരുത്തോലയ്ക്കും പകരം കീറിയ ജീൻസും ടോപ്പും, അല്ലെങ്കിൽ ഉടലിടകൾ പ്രകാശിക്കും മട്ടിലുള്ള ഉടുത്തുകെട്ടുകൾ, കോലം തുള്ളലുകൾ. ടെലിവിഷൻ പുലവൻ എന്നത് ഒപ്പമായി ബന്ധപ്പെട്ട ടെലിവിഷൻ പുലവന്റെ സ്ക്രീനിൽ ഇത്തരം അനേകം ഉടൽ കൊണ്ടാട്ടങ്ങൾ നമുക്ക് കാണാം. കാണികൾക്ക് സ്ത്രീ ശരീര വേട്ട നടത്താൻ ഉതകുന്ന വിധമുള്ള കോമഡി ഷോകളുടെ കൊമ്പുകുത്തി കളികളും. സ്ത്രീ ശരീരത്തെ എത്രമാത്രം അപമാനവൽക്കരിക്കുന്ന, ഡിഹ്യൂമനൈസ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ കോമഡി ഷോകളാണ്. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടി വന്ന് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു കാണിക്കുന്ന താട്ടം. ഇത് നിർമ്മിച്ചെടുക്കുന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞ ഫേക്ക് ആയിട്ടുള്ള, വ്യാജമായിട്ടുള്ള. ഇതെല്ലാം നമ്മൾ എന്താണ് കണ്ടു രസിക്കുകയാണ്. നമ്മൾ നിസ്സാരമായി വിചാരിക്കുന്നത് ഇതൊക്കെ വെറുതെ തമാശയല്ലേ. തമാശയായിട്ട് നമ്മൾ കാണുന്നതിനകത്ത് കുഴപ്പവുമില്ല. പക്ഷേ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സന്ദേശങ്ങൾ, അവിടെയാണ് ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സമൂഹം
ഏത് രീതിയിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ പൊളിറ്റിക്കലായി എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കുട്ടികളായ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് രാമായണവും മഹാഭാരതവും ബി.ആർ. ചോപ്രയുടെ രാമായണം കണ്ടു വളർന്നതാണ്. ബി.ആർ. ചോപ്രയുടെ രാമായണം കണ്ടു വളർന്നു. ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറ്റി വളർത്തിയത് അരവിന്ദ് രാജഗോപാൽ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകമുണ്ട്. അതിനകത്ത് അത് കൃത്യമായി പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ബി.ആർ. ചോപ്രയുടെ രാമായണം അല്ലെങ്കിൽ ടെലിവിഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇന്ന് കാണുന്ന ആ രാമായണങ്ങൾ പിൽക്കാലത്തെ ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ അടുപ്പുകൂട്ടൽ. അതിൽ വിളഞ്ഞു വന്നാൽ അതിൽ വെച്ച് വിളമ്പിയ പായസമാണ് ഇന്ന് അധികാര കസേരയിൽ ഇരുന്ന് ചിലർ പങ്കുവയ്ക്കുന്നത്, ആസ്വദിക്കുന്നത്. ഇന്ത്യയുടെ ദൃശ്യ സംസ്കാരത്തെ മാറ്റിമറിക്കുന്നതിൽ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കൊണ്ടുവന്ന ഈ ടെലിവിഷനും ഇന്ന് കാണുന്ന ടെലികമ്മ്യൂണിക്കേഷന്റെ രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളെല്ലാം സാം പിട്രോഡ എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ്, രാജീവ് ഗാന്ധിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവിന്റെ ഉപദേശം കൊണ്ടുണ്ടായതാണ്. അതിന് ഒത്തിരി പൊളിറ്റിക്കലല്ല ഇക്കണോമിക്കലായിട്ടുള്ള നവ ഉദാരവൽക്കരണത്തിൻ്റെതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അത് വിശദാംശങ്ങളിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ സ്റ്റുഡിയോ ഫ്ലോറിനുള്ളിലെ ക്രമീകൃതമായ ഹൈ വോൾട്ടേജ് വിളക്കുകൾ ഫോക്കിടങ്ങളിലെ കത്തിച്ചു വെച്ച രാത്രി പമ്പങ്ങൾ പോലെയാണ്. ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ചെന്നാൽ അറിയാം, ഹൈ വോൾട്ടേജ് ലൈറ്റ് ആണ്, മുഖത്തിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അത് പിന്നെ മറച്ചും ഒക്കെ തന്നെയാണ് ക്രമീകരിക്കുന്നത്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വിയർത്ത് പോയും അതിനകത്ത് അതിനോട് വളരെ കൂടിയ ലെവലിൽ AC പ്രയോഗിക്കുന്നത് അതിന്. അപ്പൊ ഇതെല്ലാം സത്യത്തിൽ എന്താണ്, ഗ്ലോബൽ വില്ലേജിലെ രംഗാവതരണങ്ങൾ. നമ്മൾ ജീവിക്കുന്നത് നമ്മളൊരു ഗോത്ര കാലഘട്ടത്തിലെ ഗോത്ര ജന സംസ്കാരത്തിൽ നാടൻ പാട്ടുകളും നാടൻ നൃത്തങ്ങളും കാടത്തികൾ ചോലമരത്തിൽ ചോട്ടിൽ ചൂടൊത്ത് കളിക്ക് മുളനാഴി നിറച്ച പഴഞ്ചാ ഒരു മൂന്നിന് ലഹരി പിടിച്ച മാൻചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെ എന്ന് കടമ്പിലിട്ട കിരാതവൃത്തത്തിൽ ഓർക്കുന്ന ആ ഗോത്ര കാലഘട്ടത്തിലെ ഉടൽ നൃത്തത്തിന്റെ നഗരകാന്താരത്തിലെ ഉടൽ നൃത്തത്തിന്റെ മാറിയ ഗോത്രകാലമാണ്. മാർഷൽ മക്ലൂഹൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ടെലിവിഷനെ കുറിച്ചിട്ട്. അദ്ദേഹം ഗുട്ടൻബർഗ് ഗാലക്സി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പ്രധാനമായി ആവിഷ്കരിക്കുന്ന ആശയങ്ങൾ ഒന്നതാണ്. അച്ചടി മാധ്യമം ഈ ഗോത്ര കാലഘട്ടത്തിൽ എന്താണ്, ജനങ്ങളെല്ലാം പലയിടത്തായി ജീവിക്കുകയാണ്. അന്ന് ഈ നാടോടികളായിട്ടുള്ള ആൾക്കാർ വായിൽ നിന്ന് കാതിലേക്ക്, കാതിൽ നിന്ന് ചെവിയിലേക്ക്, അങ്ങനെ പറഞ്ഞു അന്നത്തെ റിപ്പോർട്ടിങ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നാട്ടിൽ പോകും. അവിടെ അറിവുകളൊന്നും ആരുടെയും സ്വന്തമല്ല. എന്റെ അറിവ് ഞാൻ അടുത്ത ആളോട് പറയുന്നു, അടുത്ത ആളോട് പറയുന്നു. ആ കാട്ടുപ്രദേശത്തുള്ള എല്ലാവർക്കും അവരുടെ കുടികളിലെല്ലാം ആ വിവരം ലഭ്യമാണ്. പക്ഷെ അച്ചടിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി എന്ത് സംഭവിക്കുന്നു? അച്ചടി പിന്നെ അറിവുകളെ അച്ചടിച്ച് പുസ്തകത്തിനകത്താക്കി കുത്തകവൽക്കരിച്ചു എന്നാണ് ഗുട്ടൻബർഗ് പറയുന്നത്. മാർഷൽ മക്ലൂഹൻ പറയുന്നത്. ഗുട്ടൻബർഗ് ഗാലക്സി എന്ന പുസ്തകം. എന്താണ് അതിന്റെ പൊരുളെന്ന് ചോദിച്ചാൽ ഇത്രയുള്ള ലളിതമാണ്. പുസ്തകം എടുത്ത് വായിക്കണമെങ്കിൽ അക്ഷരം പഠിക്കും. അക്ഷരം പഠിച്ചാല് വാക്കുകൾ കൂട്ടി വായിക്കാനും, വാക്കുകൾ കൂട്ടി വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ആശയം ഗ്രഹിക്കാനും പറ്റുകയുള്ളൂ. അപ്പൊ അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ അറിവിന്റെ ലോകത്ത് നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെ അറിവിനെ കുത്തകവൽക്കരിക്കുകയാണ് അച്ചടിയുടെ കണ്ടുപിടുത്തത്തിലൂടെ സംഭവിച്ചതെന്നാണ് മക്ലൂഹൻ ഈ ഗുട്ടൻബർഗ് ഗാലക്സി എന്ന പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ഒരാശയം. അത് അദ്ദേഹം പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെലിവിഷൻ വന്നതോടുകൂടി ഈ കുത്തകവൽക്കരണം, അറിവിന്റെ കുത്തകവൽക്കരണം പോയി. കാരണം നമ്മൾ വളരെ ലളിതമാണ്. ടെലിവിഷൻ വരുന്നതിന് മുമ്പ് നമുക്ക് വാർത്ത അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പിറ്റേ ദിവസം പത്രം വരുന്നവരെ കാത്തിരിക്കണം. ഇപ്പൊ അങ്ങനെയല്ല, തൽസമയം നമ്മൾ കാണുകയാണ്, വാർത്തകൾ അറിയുകയാണ്, വിവരങ്ങൾ അറിയുകയാണ്. നമുക്ക് ഈ വേണ്ടതും വേണ്ടാത്തതുമായ വിജ്ഞാനം ലഭിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ സെർച്ച് എഞ്ചിൻ വന്നതോടുകൂടി, സുക്കർബർഗ് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു വെച്ചാൽ എന്തും നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് സോഷ്യൽ മീഡിയ. അപ്പൊ എന്താണ് റീട്രൈബലൈസേഷൻ, അപഗോത്രീകരണം.
അങ്ങനെ ഒരു പ്രക്രിയയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഗോത്രത്തിന്റെ പുനഃസംസ്ഥാപനം ആര് കൊണ്ടുവന്നു? ടെലിവിഷൻ കൊണ്ടുവന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മാത്രവുമല്ല, ടെലിവിഷനിലെ ഭാഷ, ഉദാഹരണത്തിന് നമ്മളെല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കാണുന്ന ഒരു വാർത്താ സമ്മേളനം, വീട്ടമ്മമാരും കുട്ടികളും ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാം കാണുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ റേറ്റിംഗ് ഉള്ള ഒരു വാർത്താ വിഭവം എന്ന് പറയുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കോവിഡ് പത്രസമ്മേളനം, കോവിഡ് കാല പത്രസമ്മേളനം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ആണ്. ആ വാർത്താ സമ്മേളനം ഏതൊരു 45 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ തൃശ്ശൂർ ജനിച്ച, കോഴിക്കോട് ജനിച്ച, കണ്ണൂർ ജനിച്ച റിപ്പോർട്ടർമാർ തിരുവനന്തപുരത്ത് മീഡിയ റൂമിൽ നിന്ന്, മൈക്കിനിൽ നിന്ന് ആ വാർത്താ സമ്മേളനത്തെ കുറിച്ച് പറച്ചു. എന്താണ് പറച്ചത്? അവരുടെ ഭാഷയിൽ, അവരുടെ ഈണത്തിൽ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഒരു കണ്ണൂരിന്റെ ഒരു ചെറിയ ഈണം കലർന്നിട്ടുണ്ട് അല്ലെ? പക്ഷെ ഈ കണ്ണൂരുകാരനും കാസർഗോഡുകാരനുമായ റിപ്പോർട്ടർമാർ അവർ ജനിച്ചു വളർന്ന സംസാര ഭാഷയിലാണ് തിരുവനന്തപുരത്ത് നമ്മൾ ഈ മധ്യ തിരുവിതാംകൂറിലെ അച്ചടി ഭാഷയ്ക്ക് മീതെ ഈ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ റിപ്പോർട്ടർമാരുടെ വൈവിധ്യമാർന്ന വാമൊഴികൾ വന്നു വീഴും. ഇതേ റിപ്പോർട്ട് നമ്മൾ പിറ്റേ ദിവസം മനോരമയെ വായിച്ചാൽ ഈ വാമൊഴി നമുക്ക് കാണാനില്ല, കാരണം അത് അച്ചടി രൂപത്തില്. അപ്പൊ ടെലിവിഷന്റെ ഭാഷ വാമൊഴിയുടേതാണ്. പ്രത്യേകിച്ച് ഈ തത്സമയ വാർത്താ ചാനലുകളുടെ വരവോടുകൂടി, ഈ തത്സമയ വാർത്താ ചാനലുകളുടെ വരവോടുകൂടി ടെലിവിഷന്റെ ഭാഷ, ടെലിവിഷനിൽ ഇപ്പൊ ഒരു പരസ്യം വരും, 2 ദിവസമേ അയാൾ വന്നിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ് ഒരു ചേച്ചി. തിരിക്കടിയെന്നോ മറ്റോ പറയുന്നത്. ഉടനെ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന ആള് വലത്തോട്ട് വണ്ടിയൊക്കെ തിരിച്ചു. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളുടെ നാട്ടിലെ തിരിക്കടി എന്ന് പറയുന്നത് നിനക്ക് തിരിഞ്ഞോ അല്ലെ മനസ്സിലായോ എന്നുള്ളതാണ് അർത്ഥത്തിലാണ് ചോദിച്ചത്. പക്ഷെ ഇവിടുത്തെ ഇത് കേട്ടാളിന്റെ ഭാഷ എന്താണ്? വലത്തോട്ട് തിരിച്ചോടി എന്നാണ്, വലത്തോട്ട് തിരിച്ചു. ഇങ്ങനെ പല പല ഭാഷാ ഭേദങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള രസകരമായ ഒരു പരസ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാനും കാണാനും അറിയാനും പറ്റുന്നത് ടെലിവിഷനിലെ വാമൊഴിയുടെ ഇത്തരത്തിലുള്ള അവതരണങ്ങൾ. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ എപ്പോഴും കാണുന്ന മറ്റൊരു ഷോയാണ് ബിഗ് ബ്രദർ ഷോ. ലോക ടെലിവിഷനില് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ബിഗ് സിസ്റ്റർ ഷോ കണ്ടിട്ടുണ്ടോ? ബിഗ് സിസ്റ്റർ, ഇവിടുത്തെ ബിഗ് ബ്രദർ, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, മോഹൻലാൽ അല്ലെ? ഇപ്പോഴത്തെ പരസ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലോക ടെലിവിഷനിൽ എവിടെയുമില്ല ഒരു ബിഗ് സിസ്റ്റർ ഷോ. എന്താണത്? ഇവിടെ കൊണ്ട് വെറുതെയല്ല ഭാര്യ, ഷോയുടെ പേരാണ് വെറുതെയല്ല ഭാര്യ. ഭാര്യ ആ ടൈറ്റിലിൽ തന്നെ വലിയ സ്ത്രീ ഒരു വ്യാജമായ ഒരു ഭാവനയുടെ, അല്ലെങ്കിൽ പുരുഷ ഭാവനയുടെ നിർമ്മിതി അതിനകത്ത് നമുക്കുണ്ട്. ഈ വെറുതെയല്ല ഭാര്യ എന്ന് പറയുന്ന ടൈപ്പ് ഷോകളുടെ ഒന്ന് കണ്ടു നിങ്ങൾ ഓർത്തു നോക്കിക്കേ. വിവാഹം കഴിച്ച കുടുംബിനിമാരുടെ ഉടൽ കൊണ്ടാട്ടങ്ങളാണ് അതിൽ നടക്കുന്നത്. ഭർത്താവിനെയും കൂടെ കൂട്ടുപിടിക്കുന്നത് പലതരം ഗെയിം ഷോകളിലൂടെ. ഒരു അവതാരക ഇപ്പൊ ഒരു ഇതിനകത്ത് ചക്കപ്പഴം എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടും. ഷോയുടെ സീരിയലിൽ ഒരു ചക്കപ്പഴം സത്യത്തിൽ അതിനെ ഒരു നാടൻ പ്രയോഗത്തെ, സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പ്രയോഗത്തെ ദൃശ്യവൽക്കരിക്കുന്നതാണ് ചക്കപ്പഴം എന്ന പ്രയോഗവും ആ നടിയുടെ ശരീരഭാവനയെ മുൻനിർത്തിക്കൊണ്ടുള്ള വിപണനത്തിന്റെ ഭാഷയുമാണ്. സത്യത്തിൽ ആ ഷോ അധികം ആൾക്കാർ കാണുന്നത് ആ നടിയെ കാണുക എന്ന ലക്ഷ്യം. ഇത് കോമഡിയിൽ ഉണ്ടല്ലോ, തമാശയല്ല. അവിടെയും നിർമ്മിക്കപ്പെടുന്നത് എന്താണ്? യഥാർത്ഥത്തിലുള്ള സ്ത്രീ എന്ന് പറയുന്നത് റദ്ദായി പോവുകയും
ടെലിവിഷന്റെ ക്യാമറകൾ സൃഷ്ടിക്കുന്ന ബോഡി കൈനറ്റിക്സ്, ശരീരഗതികം ഇങ്ങനെ പോകുന്നത് കാണാം. അത് ഒപ്പിയെടുക്കുകയാണ്. അത് നാറാമൽവേ പറയുന്നുണ്ട്, ഈ ഒരു സ്ത്രീയുടെ ശരീരത്തേക്ക് ക്യാമറ വെക്കുമ്പോ ക്യാമറയുടെ നോട്ടമുണ്ട്. ക്യാമറയുടെ നോട്ടം എന്ന് വെച്ചാൽ പുരുഷന്റെ നോട്ടമാണ്. അത് വുമൺ ക്യാമറ, ക്യാമറ വുമൺ പിടിച്ചാല് ആ നോക്കുന്ന നോട്ടം പുരുഷന്റേതായിരിക്കും എന്നുള്ളത്. ഈ ബിഗ് ബ്രദർ ഷോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ലണ്ടനിൽ ഇതിന്റെ ഷോ നടന്നു, ചാനൽ 4 ആണെന്നാണ് എന്റെ ഓർമ്മ. അത് നടന്ന സമയത്ത് അതിൽ പങ്കെടുത്ത ഒരു അധ്യാപികയുടെ ഉടുതുണി പൂർണ്ണമായിട്ടാണ്. പിന്നീട് ആ ഷോയിൽ അങ്ങനെ ഉടുതുണി കൂടുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ടതിന് കണ്ടോണ്ടിരിക്കുമ്പോൾ കാഷ്വലായിട്ട് സംഭവിക്കേണ്ടത് തോന്നുന്നു, പക്ഷെ കാഷ്വൽ അല്ല, അത് ഷോയാണ്. അവര് പിന്നെ ഒരു അധ്യാപികയായിരുന്നു, അവര് പിന്നെ അത് ജോലിയിൽ നിന്ന് തിരിച്ചു. വലിയ വിവാദമാണ്. ആ കാലഘട്ടത്തിലാണ് അത് കഴിയുന്നതിനാണ് നമ്മുടെ ശില്പ ഷെട്ടി ഒരു ഷോയിൽ പങ്കെടുത്തിട്ട് ജേഡ് ഗുഡി എന്ന് പറയുന്ന ഒരു നടിയുടെ വംശീയ അധിക്ഷേപത്തിന്, ബ്ലാക്ക് എന്നാണ് മറ്റോ വിളിച്ച് അധിക്ഷേപിച്ചതിന്റെ ഭാഗമായിട്ട് അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. അവിടെയും നമ്മൾ ഈ മെയിൽ ഗെയ്സ് സൃഷ്ടിച്ചെടുക്കുന്ന, ദൃശ്യം കൊണ്ട് ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന കാര്യം പോലെ തന്നെയാണ് നിങ്ങള് കുട്ടികളുടെ ചില പരിപാടികൾ കാണും. ഒരു പരിപാടിയുടെ പേരാണ് കുട്ടിപ്പട്ടാളം. കുട്ടിയെ പട്ടാളമാക്കുന്നതാണ്. നമ്മുടെ അവതാരകയായ പെൺകുട്ടി കുട്ടിയോട് ചോദിക്കുന്നത്, 4, 5, 6 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് രസകരം. എന്താണ്? അച്ഛനിപ്പം വരും, എത്ര മണിക്ക് വരുമ്പം എന്ത് കയ്യിൽ കാണും, എന്തൊക്കെ കൈയുടെ പറയും, കാര്യങ്ങൾ പറയും. പിന്നെ അടുത്ത ചോദ്യം, കുപ്പി കാണുമോ? ചോദ്യങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി പിന്നെ അവസാനം ഈ ചോദ്യം അവസാനിക്കുന്ന ലൈറ്റ് എല്ലാം അടച്ചു കഴിയുമ്പോൾ അച്ഛനും അമ്മയും എന്തെടുക്കുകയെന്ന് അതാണ് ഒരു ചോദ്യം. കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അച്ഛനമ്മമാരുടെ ഇരുട്ടിലെ ചലനങ്ങളെ കുറിച്ചും വിശദാംശങ്ങൾ പറയാതെ നിങ്ങൾക്ക് ഇതൊരു തരം കുട്ടികളുടെ കണ്ണിനെ ഒളിക്കാമറയാക്കുന്ന ഒരു ടെലിവിഷൻ. ഇത് നിർമ്മിക്കുന്നത് എന്താണ്? നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെയാണ്, കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ശരീരനിഷ്ഠമായ ഒരു ബോധത്തെ വളർത്തിയെടുക്കും. ഞാൻ 3 കാര്യങ്ങൾ കൂടി ഇതിൽ ഈ പ്രഭാഷണത്തിന് 3 ഭാഗങ്ങളായിട്ട് റെഡിയായി വന്നത്. എനിക്ക് തോന്നുന്നില്ല അത് പൂർത്തിയാക്കാൻ പറ്റുന്നു. 1ാം ഭാഗം പറഞ്ഞു അവസാനിപ്പിച്ചു. നമുക്കിപ്പോ ഐസ്ക്രീം എന്ന് കേട്ട് കഴിഞ്ഞാൽ, സോളാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ, സ്വർണം എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? ഐസ്ക്രീം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഐസ്ക്രീം ഫാമോക്കേസ് എന്നാണ് തന്നെയാണ് ഓർമ്മ വരുന്നത്. അതിന്റെ ഈ കേന്ദ്ര ബിന്ദു ഒരു സ്ത്രീയാണ്. ചിലപ്പോ നിങ്ങളുടെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടാവും. സാറിനെ പോലെയുള്ള ആളുകളും ഒക്കെ അത് ഓർക്കുന്നുണ്ടാവും. എന്റെ ജനറേഷനിലുള്ള ആൾക്കാർ ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോ, ചില രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുമ്പോൾ, ചില കാർട്ടൂണുകളിലും കാരിക്കേച്ചറുകളിലും ഐസ്ക്രീം ഊറി കുടിക്കുന്ന ചിത്രം കാണിക്കുമ്പോൾ അതിലൂടെ ചില ഇമേജുകൾ തെളിഞ്ഞു വരും. അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീ ശരീരത്തെ ലൈംഗികമായി വസ്തുവൽക്കരിക്കുമ്പോൾ ചില വസ്തുക്കൾ തന്നെ സ്ത്രീ ശരീരവുമായി ബന്ധിപ്പിച്ചെടുക്കുന്ന ഒരു ആശയ ലോകത്തെ നിർമ്മിച്ചെടുക്കുവാൻ ദൃശ്യമാക്കി. ഇപ്പൊ മലയാള ടെലിവിഷനിലെ ചരിത്രത്തിൽ ഞാൻ ഈ പുസ്തകത്തിൽ വിശദമായി എഴുതി. 24/7 വാർത്താ സംസ്കാരം ഉണ്ടാകുന്നത് 2004 ഒക്ടോബർ 28 സംപ്രേഷണം ചെയ്ത ഇന്ത്യ വിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തൊരു വാർത്ത. 2004 ഒക്ടോബർ 28 ആ സംപ്രേഷണം നടന്നത്. ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങുന്നത് 2003 ജൂലൈ 14. MP നികേഷ് കുമാർ, രണ്ടുപേരും ജേർണലിസത്തിന് ഒരുമിച്ച് ഒരു ക്ലാസ് പഠിച്ചത്. അദ്ദേഹം എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് വാർത്താ ചാനലോ ഇന്ത്യ ആർക്കും അറിയത്തില്ല. പക്ഷേ ഒരു ദിവസം വൈകുന്നേരം
ഈ ചാനലുകൾ എല്ലാ വീടുകളിലും ഇടം പിടിച്ചു. എന്താണ്? സംസ്ഥാനത്തെ ഒരു മന്ത്രി, ആ മന്ത്രിക്കെതിരെയുള്ള ലൈംഗിക ആരോപണം. മലയാളത്തിലെ ദൃശ്യവാർത്താ ചാനലിന്റെ ആരംഭം തന്നെ ഇത്തരം ഒരു വാർത്തയോട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ആ വാർത്ത പല രീതിയിൽ ഡിസ്റ്റ് ചെയ്യപ്പെട്ടു പോയി. ആ ആരോപണ വിധേയനായ മന്ത്രി സുപ്രീം കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി. ആരോപണം ഉന്നയിച്ചവർ അതിൽ നിന്ന് പിന്മാറി. മൊഴിക്കൊപ്പം മൊഴിമാറ്റം എന്നത് മാധ്യമ പദമായി മാറി. ഈ അതിന്റെ ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ സ്ത്രീയെ, ഒരു മന്ത്രിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവർക്ക് ഇരിക്കപ്പുറതിയില്ലാതെ അവരെ പല രീതിയിലുള്ള മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം കാരണം ഇന്ത്യ വിഷൻ ഓഫീസിൽ വന്ന് അവര്, വേറെ ചില കാരണങ്ങളുണ്ട്, ഇന്ത്യ വിഷൻ ഓഫീസിൽ വന്നൊരു ആത്മഹത്യാ ഭീഷണി വരെ. ഇവിടെ എല്ലാം പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാർത്ത പിന്നീട് നിരന്തരം കുറെ കാലം രാഷ്ട്രീയമുള്ളത് കൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി ഹെഡ്ലൈനായിട്ട് ലൈം ലൈറ്റ് നിൽക്കുക മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഐസ്ക്രീം പാർലർ എന്ന് പറയുന്നതിനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സ്ത്രീകളെയും സ്ത്രീ ശരീരങ്ങളെയും രതികഥകളെയും ചുറ്റിപ്പറ്റിയ ഒരു ദൃശ്യലോകം ടെലിവിഷനിൽ ഗ്രാഫിക്സ് അടക്കമുള്ള കാര്യങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ നിർമ്മിച്ചെടുത്തത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ നമ്പി നാരായണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രം. പൊതു ഖജനാവിൽ നിന്നാണ് അദ്ദേഹത്തിന് ഉണ്ടായ മാനനഷ്ടത്തിന് നമ്മൾ അടക്കുന്ന ഒരു ടാക്സ് കൊടുത്തിട്ടാണ് ഈ മാധ്യമങ്ങൾ കാണിച്ച ഫോക്ലോറുകളിൽ ഈ യൗവനത്വം തുളുമ്പുന്ന എന്താണ് മറിയം റഷീദയുടെയും ഫൗസിയയുടെയും, പിന്നെ അന്ന് വന്നൊരു വാക്കാണ് മറിയം റഷീദ കിടക്കയിൽ ട്യൂണ മത്സ്യത്തെ പോലെ ഉളയ്ക്കുന്നവളാണ്. അന്നൊരു പത്രത്തിൽ എഴുതിയ വാർത്തയുണ്ടോ, ആര് കണ്ടിട്ട് എന്ത് കിട്ടണമെന്ന് അറിയത്തില്ല, ഭാവനയുടെ ചിറക് വിരിച്ച് പോവുകയായിരുന്നു. ഇതാണോ? ഇവിടെയാണ് ഫേക്കുകൾ, അതിന്റെ ചില ലോറുകൾ സൃഷ്ടിക്കുന്നത്. അതാണ് മാധ്യമ പ്രവർത്തനം. അതിന് വിജ്ഞാനീയമായി കഴിയുമ്പോൾ പിന്നെ വരുന്നത്, അടുത്ത തലമുറയിൽ വരുന്നവർ ഇത് തന്നെ അനുകരിക്കുന്നു. നമ്മൾ എന്താണ്, വിജ്ഞാനങ്ങളെയാണ് പിന്തുടരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കണ്ട രണ്ടാമത് ഞാൻ പറഞ്ഞ, ഇതാണ് രണ്ടാമത്തെ പേര്. ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന സോളാർ. തുടർന്നുള്ള പേര് ഞാൻ പറയുന്നില്ല. സോളാർ എന്ന് പറഞ്ഞാൽ അറിയാം ബാക്കി പേര് നിങ്ങൾക്ക്. എങ്ങനെയാണ് പേര് നിങ്ങളുടെ ഇതിനകത്ത്? അതിനകത്തെ ഈ സോളാർ എന്ന് പറയുന്ന സ്ത്രീയുടെ, സോളാർ കേസുമായി ബന്ധപ്പെട്ട സ്ത്രീയുടെ ഒരു സി ഡി അവരുടെ കയ്യിലുണ്ട്. അത് കോയമ്പത്തൂരാണ് എന്ന് പറഞ്ഞപ്പോ അത് തേടിപ്പോയ മാധ്യമ സംഘം, അത് തേടിപ്പോയ പോലീസ് സംഘം ഇതാണ് ചെയ്തത്. നമ്മുടെ മാധ്യമങ്ങൾ ഈ പോലീസ് വാഹനത്തിന് പിറകെ വച്ച് പിടിക്കുക, അത് തത്സമയം കാണിക്കുകയാണ്. കാറോട്ടത്തിന്റെ ഷോയായിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ UDF സർക്കാർ. അല്ല, അവിടെ ചെന്നിട്ട് CD കിട്ടിയോ? ഉള്ളി പൊളിച്ചു കഴിഞ്ഞാൽ എന്റെ തോടെങ്കിലും. CD തേടിപ്പോയിട്ട് CD-യുമില്ല. CD തേടിപ്പോയതല്ല, എന്താണ് തേടിപ്പോയത്? CD-ക്കുള്ളിലെ ദൃശ്യങ്ങൾ ഇത് കൊണ്ടുവന്ന് കാണിച്ചിരിക്കാൻ പോവല്ലേ? ആശ്ചര്യപ്പെടേണ്ട. ആ സമയത്ത് തന്നെ 2014 ഈ സോളാർ, അതെ 2014 ഒരു മന്ത്രിയുടെ മകൻ, മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദൃശ്യം ഈ സ്ത്രീ തന്നെ കൊണ്ടുകൊടുത്തത് യാതൊരു മറയും മാസ്കുമില്ലാതെ മാധ്യമങ്ങൾ. ഒരാളാണോ ചെയ്യാൻ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്, അത് വേറെ. അപ്പൊ വാർത്തയെ എന്താക്കി മാറ്റുന്നു? വാർത്തയെ നീല ചിത്രങ്ങളാക്കി മാറ്റുന്നു.
അപ്പൊ ഉടലാണ് ഇവിടുത്തെ ഇതിനൊരു അടിസ്ഥാനമുണ്ട്. ഫെഡറിക് ജെയിംസൺ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു വാചകം, ചെറിയൊരു വാചകം, വിഷ്വൽ ഈസ് എസൻഷ്യലി ഫോണോഗ്രാഫിക്. വിഷ്വൽ ഈസ് എസൻഷ്യലി ഫോണോഗ്രാഫിക്. ഫെഡറിക് ജെയിംസൺ ജീവിച്ചിരിക്കുന്ന ഫിലോസഫേഴ്സ്, പോസ്റ്റ് മോഡേൺ ഫിലോസഫേഴ്സ് അഗ്രഗണ്യനാണ്. പോസ്റ്റ് മോഡേണിസം ഫോർ ദ കൾച്ചറൽ the postmodernism or the cultural logic of late capitalism. പിൽക്കാലം മുതലാളിത്തം എന്നതിന്റെ പരിഭാഷ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ആ പുസ്തകം, അതുപോലെ തന്നെ സ്ലാവോജ് സിസേക്കിന്റെ ചിന്തകൾ എല്ലാം ഇതുമായി കേന്ദ്രീകരിച്ചു. ചെറിയ ബ്രിട്ടൻ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഫിലോസഫർ നോം ചോംസ്കി. നോം ചോംസ്കിയുടെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം അദ്ദേഹം എഡ്വേർഡ് എസ് ഹെർമൻ എന്ന് പറഞ്ഞ ആളുമായി ചേർന്നിട്ട് എഴുതിയിട്ടുള്ള ദ പൊളിറ്റിക്കൽ ഇക്കണോമി ഓഫ് മാസ് മീഡിയ. ആദ്യ വാചകം സമ്മതിയുടെ നിർമ്മിതി എന്നാണ് അതിന്റെ മലയാളം. സമ്മതിയുടെ നിർമ്മിതി, ദ പൊളിറ്റിക്കൽ ഇക്കണോമി ഓഫ് മാസ് മീഡിയ, രണ്ടുപേരോട് ചേർന്ന് എഴുതി. അപ്പൊ ചോംസ്കി മുതൽ ഈ സ്ലാവോജ് സിസേക്ക് വരെ, യുഗോസ്ലാവിയൻ ഫിലോസഫർ വരെ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഫെഡറിക് ജെയിംസിന്റെ വാക്ക് വളരെ പ്രധാനമാണ്, വിഷ്വൽ ഈസ് എസൻഷ്യലി ഫോണോഗ്രാഫി. യോറോമിലെ മാത്രമല്ല, ഇത്തരത്തിൽ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോ വീഡിയോഗ്രഫി എന്ന് പറയുന്നത് ഫോണോഗ്രഫിയായി മാറി. ഈ ഫോൺ അല്ലെങ്കിൽ ഫോണോഗ്രഫി നിർമ്മിച്ചെടുക്കുന്ന നഗ്ന ശില്പങ്ങളോ രൂപങ്ങളോ ആയി കീടകങ്ങളിലെ കാഴ്ചകൾ മാറുകയും ആ കാഴ്ചകളിൽ നിന്ന് ഇതെടുക്കുന്ന ഫേക്ക് അവബോധത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് സ്വർണത്തിന്റെ കാര്യം. സ്വർണം എന്ന് കേട്ട് കഴിഞ്ഞാൽ, സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് സ്ത്രീയുടെ ഇമാജ്. ഒരു പാർലമെന്റ് അംഗം തന്നെ പറഞ്ഞതാണ്, ഇതുമായി നമ്മൾ ചർച്ച ചെയ്യും. പറഞ്ഞ് സ്വപ്നസുന്ദരി, മാദകസുന്ദരി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ചർച്ചകളിൽ എത്തിച്ചേരും. ഈ സ്വർണം എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സ്ത്രീയുടെ ഇമേജ് നമ്മുടെ മനസ്സിൽ തെളിയുന്നത് പോലെയാണ്. സ്വർണ്ണ കടകളുടെ പരസ്യങ്ങൾ എടുത്താൽ, സീരിയലുകൾ എടുത്താൽ, ഈ സ്ത്രീ ശരീരത്തെ സ്വർണം പൂശി തന്നെയാണ്. ഇത് നമ്മുടെ പൗരബോധത്തിലുണ്ട്. ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം. ഇന്ദുലേഖയെ വർണ്ണിക്കുമ്പോൾ ചന്തു മേനോൻ പറയുന്നുണ്ട് അവരുടെ ആഭരണങ്ങളെ കുറിച്ച്. കസവ് നിറമുള്ള, കസവ് തുന്നിയ ഉടയാടകൾ ധരിച്ചിരിക്കുന്ന, അതെന്താണ്, ഈ കസവിന്റെ നിറം ഏതാണ്, തൊലിയുടെ നിറം ഏതാണെന്ന് അറിയില്ല എന്നൊരു പ്രയോഗം. എന്താണ് സൗന്ദര്യത്തിന്റെ ഉദാത്തത എന്ന് പറയുന്നത്? തൊലിയുടെ നിറമായി മാറുന്നു, അത് സ്വർണത്തിന്റെ നിറമായി മാറുന്നു. കസവിന്റെ നിറം സ്വർണമാണ്. ഇതാണ് നമുക്ക് സൗന്ദര്യത്തെ കുറിച്ചുള്ള ബോധം. ഇത് തന്നെയാണ് എത്ര നൂറ്റാണ്ടുകളായി ഇവിടെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മാധ്യമ നാടോടി പ്രമാണങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം, ഇത്തരം ഉടൽ ദൃശ്യങ്ങൾ ആത്യന്തികമായി ടെലിവിഷനിൽ ലൈംഗിക നോട്ടത്തിന്റെ അറ്റത്ത് മാദകത്വം സൃഷ്ടിച്ചെടുക്കുന്നു. അതാകട്ടെ സ്വർണവുമായി ബന്ധിപ്പിച്ച് മാത്രം പറഞ്ഞാൽ ധനത്തിന്റെയും വർണ്ണത്തിന്റെയും ആഢ്യത ആ ഉടലിൽ തെളിയിച്ചിരുന്നത്. അവരുടെ ലോക്കറിലുള്ള പണക്കെട്ടിന് മുതൽ പണിപാതിയായ വീടിന്റെ എടുപ്പുകൾക്ക് വരെ ആ ഉടലിന്റെ എടുപ്പുകളുമായി ബന്ധമുണ്ടെന്ന പ്രതീതി. ഇതെല്ലാം സാധൂകരിക്കാൻ അവരുടെ ഉടലുമായി ബന്ധപ്പെട്ട മുഴുവൻ ദൃശ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നമ്മുടെ കേരള അതിർത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ സോളാർ കാലത്തെ പോലെ ഒരു വലിയ കാറോട്ടം ഈ സ്ത്രീയുടെ പിന്നാലെ ഉണ്ടാകും. ആ കാർ അമിത വേഗതയിൽ പാഞ്ഞതിന്റെ ഫലമായി ടയർ പഞ്ചറാകുകയും ആ പഞ്ചറായ ടയറുള്ള കാറിൽ നിന്ന് വേറൊരു കാറിലേക്ക് ഇറങ്ങാൻ പോയപ്പോൾ ഇതിന്റെ കാറിന്റെ വശങ്ങളിലൂടെയും പിന്നിലൂടെയും പാഞ്ഞ ക്യാമറയുടെ മാധ്യമ
ക്യാമറകൾ ഓടിച്ചെന്ന് അവരോട് ബൈറ്റ് ചോദിക്കുകയും ചെയ്യുന്ന രംഗം. എന്ത് ബൈറ്റാണ് അവരിൽ നിന്ന് കിട്ടാത്തത്? അവരതിൽ നിന്ന് തള്ളി മാറി, അവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് അടിയറവയ്ക്കപ്പെട്ട നിമിഷത്തിൽ അവരിൽ നിന്ന് തള്ളി മാറി അടുത്ത കാവ്യം. അതേസമയം അതിനകത്ത് ഒരു പുരുഷനും ഉണ്ടായിരുന്നു. അയാളുടെ ബൈറ്റ് നമ്മുടെ ചാനലിൽ നിന്ന് ആർക്കും. എന്താണ് അവിടെ ലക്ഷ്യം ചോദിച്ചാൽ ഇത്രയുള്ള ലക്ഷ്യം. ബൈറ്റ് അല്ല വേണ്ടത്, അഭിപ്രായമല്ല വേണ്ടത്, അവരുടെ മുഖത്തിന്റെ ശരീരത്തിന്റെ ദൃശ്യങ്ങൾ, ഇതിന്റെ ലാൻഡ്സ്കേപ്പുകൾ പകർത്തിയെടുക്കുക. എനിക്ക് തോന്നുന്നു ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം 1:30 മണിയായി. കയ്യടി പകുതി വന്നു. എന്തായാലും ഇവിടെ വരാനും ഇത്രയും കാര്യങ്ങൾ പറയുവാനും അവസരമുണ്ടാക്കി തന്ന മലയാള വിഭാഗത്തിന് കോളേജിന്റെ അമരക്കാരനായ അനിൽകുമാർ സാറിന്, എന്റെ ഗുരുനാഥൻ കൂടിയായ അധ്യാപകൻ രാജീവ് സാറിന്, തീർച്ചയായും ശങ്കരപിള്ള സാറിന്റെ പേരിലുള്ള ഈ അനുസ്മരണം എന്നെ സംബന്ധിച്ചിടത്തോളം മതിയാണ്. കാരണം ഇതിന്റെ ആദ്യകാല അനുസ്മരണം നടത്തിയവർ അവരുടെ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ ആ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. എന്റെ ഈ അവതരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആത്മസാറിന് ചോദിച്ചാൽ എന്റെ ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എല്ലാം ലഭിക്കും. നിങ്ങൾക്ക് അതിലേക്ക് എഴുതാം. തീർച്ചയായും ഏത് തരത്തിലുള്ള അറിയാവുന്ന തരത്തിലുള്ള സംവാദത്തിന് തുടർന്ന് ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മാധ്യമവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തിയറി അവതരിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം, നിങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം. പുതിയത് ഈ ഫോക്ക് എന്നുള്ളത് ഫേക്ക് ഈ മാറുമ്പോൾ, ഫേക്ക് ലോർ എന്നുള്ള പദം കൊണ്ട് ബന്ധിപ്പിക്കുമ്പോൾ പുതുമ തീർച്ചയായും അതിനകത്തുണ്ട്. ആ പുതുമ എങ്ങനെ അതിന്റെ ഉള്ളടക്കത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ള രീതിയിലുള്ള ഒരു പഠനത്തിലാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണാനും ഇവിടെ വരാനും വളരെയധികം നന്ദി. വളരെ